നിങ്ങളെല്ലാവരും CDPOയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ബിക്കോസ് എക്സാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ മെയിനായിട്ട് CDPOയുടെ സിലബസിൽ 4 സബ്ജക്ട്സ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അതിൽ ഹോം സയൻസ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ പാർട്ടിനും 25 മാർക്സ് ഈച്ച് വീതമാണ് ഉള്ളത്. 90 മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ തരുവാണ്. CDPO അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസ്, അത് വിമൻസിന് മാത്രം വുമന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരിക. അപ്പോൾ ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. PG കംപ്ലീറ്റഡ് ആയിട്ടുള്ള സോഷ്യോളജി, സൈക്കോളജി, അതുപോലെ തന്നെ ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതിൽ ഓരോ സബ്ജക്റ്റിനും 25 മാർക്സ് വീതമായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, സോ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈക്കോളജിയിൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നുണ്ടാവുക. അതിൽ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്, അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ ഒപ്പം കണ്ടിന്യൂ ആയിക്കോളും. നമ്മൾ ഈ സിലബസ് ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോർഷൻസ് എല്ലാം എടുത്ത് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ പോർഷൻസ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പം ഞാൻ അതിൻ്റെ താഴെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുക്കുക. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അതിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ക്വസ്റ്റ്യൻസ് ഓൾസോ റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, അപ്പം ഇതിൽ മൊഡ്യൂൾ 1 അല്ലെങ്കിൽ മൊഡ്യൂൾ മാപ്പ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ 6 കോർ യൂണിറ്റ് ആയിട്ടാണ് സൈക്കോളജിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, സെക്കൻഡ് യൂണിറ്റ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, തേർഡ് യൂണിറ്റ് sensation, perception and consciousness, fourth one psychological processes, fifth one personality and abnormal behavior, and sixth one is social psychology. അപ്പോൾ ഇതിൽ സൈക്കോളജിയിൽ നമ്മളിപ്പോൾ UG ആൻഡ് PG പഠിച്ചിട്ടുള്ള കോർ ഏരിയാസ് എല്ലാം ഇതിൽ കവർ ചെയ്യും. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ്, തിയറീസ്, കോൺസെപ്റ്റ്സ്, എക്സാമ്പിൾസ്, പിന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിന് മുന്നേ ഉള്ള എക്സാംസിനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. അപ്പൊ അതിൽ നമുക്ക് അതിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ അപ്രോച്ചസ് ടു സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഇൻ സൈക്കോളജി ഉണ്ട്. ഓക്കെ, അപ്പൊ അപ്രോച്ചസിൽ ഏതൊക്കെയോ വരുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണ് സ്ട്രക്ചറലിസം, ബിഹേവിയറിസം, ഗെസ്റ്റാൾട്ട് സൈക്കോളജി, ബയോളജിക്കൽ അപ്രോച്ചസ്, സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചസ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, കൊഗ്നേറ്റീവ് അപ്രോച്ച്, ഇങ്ങനെ 7 ടോപ്പിക്കാണ് നമ്മളിതിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്, അവരുടെ ഡിസ്കവറീസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇയേഴ്സ് എല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് പോർഷനിൽ പറയണ മെത്തേഡ്സ് ഇൻ സൈക്കോളജി ആണ്. അപ്പൊ ഇതിൽ ഒബ്സർവേഷൻ മെത്തേഡ്സ് ഉണ്ട്, കേസ് സ്റ്റഡി മെത്തേഡ്സ് ഉണ്ട്, സർവേ മെത്തേഡ് ആൻഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്. ഓക്കെ, ആ ഒരു 4 മെത്തേഡ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അതിലും പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് യൂണിറ്റ് വരുന്നതാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. അപ്പൊ അതിൽ നമ്മൾ ബ്രെയിൻ പഠിക്കും, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് പാത്വേ, പാരസിമ്പത്തറ്റിക് പാത്വേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ബ്രെയിനിന്റെ ഓരോ പോർഷനും അല്ലെങ്കിൽ ഓരോ ഏരിയാസും എന്തൊക്കെ ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. സെറിബ്രൽ ഹെമിസ്ഫിയറിനെ പറ്റിയിട്ട് പഠിക്കും, മേജർ ലോബ്സിനെ പറ്റിയിട്ട് പഠിക്കും, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പിന്നെ ന്യൂറോണിന്റെ സ്ട്രക്ചർ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, എങ്ങനെയാണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അത് കൂടാതെ എൻഡോക്രൈൻ സിസ്റ്റംസും ഹോർമോൺസും ലിംബിക് സിസ്റ്റം, ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല, അവരെന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കും.
പിന്നെ എവല്യൂഷൻ, ജീൻ, ബിഹേവിയർ, അതൊരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അത് കൂടാതെ സെൻസറി, മോട്ടോർ പ്രോസസ്സിംഗ്, പിന്നെ ലാംഗ്വേജിന്റെ ലോക്കലൈസേഷൻ, അതുപോലെ തന്നെ പെർസെപ്ഷന്റെ ലോക്കലൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾക്ക് ബ്രെയിനിന്റെ പാർട്സും അതുപോലെ തന്നെ അതിന്റെ സ്പെഷ്യലൈസേഷൻ, അതെന്താണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ഇതിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട്, ഹോർമോൺസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യണം. അതിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് വരുന്നതാണ് സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. അപ്പൊ അതില് സെൻസറി ത്രഷോൾഡ്, പിന്നെ അറ്റൻഷന്റെ വേരിയസ് മോഡൽസ് ഉണ്ടല്ലോ, ടൈപ്സ്, അതെല്ലാം വരും. പിന്നെ പെർസെപ്ഷൻ, കളർ പെർസെപ്ഷൻ, ക്യൂസ്, പിന്നെ പെർസെപ്ഷൻ ഫോംസ്, പാറ്റേൺ, ഒബ്ജക്ട്സ് വരും. പെർസെപ്ഷണൽ കോൺസിസ്റ്റൻസീസ് വരും, സൈസ്, ഷേപ്പ്, ഓറിയന്റേഷൻ, ബ്രൈറ്റ്നസ് വരും. ഇല്യൂഷൻസ്, ടൈപ്പ് ഓഫ് ഇല്യൂഷൻസ്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, ബയോളജിക്കൽ റിതം, ഡ്രീം, സ്ലീപ്പ്, പിന്നെ അൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസിന്റെ സ്റ്റേറ്റ്സുകൾ, അതുകൂടാതെ മെഡിറ്റേഷൻ. ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾക്ക് സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഈ അറ്റൻഷനും അതിന്റെ മോഡൽസും, അതുപോലെ തന്നെ സെൻസറി ത്രഷോൾഡ്, അതുപോലെ പെർസെപ്ഷൻ ഓഫ് ഫോം, പാറ്റേൺ, ഒബ്ജക്ട്സും, ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൂടാതെ ബയോളജിക്കൽ റിതം, ഡ്രീം ആൻഡ് സ്ലീപ്പ്, അൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ തിയറീസ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് സൈക്കോളജിക്കൽ പ്രോസസ്സസ്. ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പാരന്റ് കണ്ടീഷനിങ്, കോഗ്നിറ്റീവ് ഒബ്സർവേഷണൽ ലേണിംഗ്, എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രൈവൽ, പിന്നെ ടൈപ്പ് ഓഫ് മെമ്മറീസ്, ഷോർട്ട് ടേം ആണോ, സെൻസറി മെമ്മറി ആണോ, ലോങ് ടേം മെമ്മറി, അതിന്റെ ക്രൈറ്റീരിയൻസ് എങ്ങനെയൊക്കെയാണ്, പിന്നെ ചങ്കിങ് പ്രോസസ്സ്, വർക്കിംഗ് മെമ്മറി എന്താണ്, സെമാൻറ്റിക് വേഴ്സസ് എപ്പിസോഡിക് മെമ്മറി, എക്സ്പ്ലിസിറ്റ് വേഴ്സസ് ഇംപ്ലിസിറ്റ് മെമ്മറി, ഫോർഗെറ്റിംഗ്, ഡീകേ, ഇന്റർഫറൻസ്, റിപ്രഷൻ, അംനേഷ്യ, നെമോണിക്സ്, ഇതെല്ലാം ഇതിൽ നമ്മൾ ഒരു ടോപ്പിക്കും വിടാനില്ല. ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ പഠിക്കണം. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിൽ ലേണിംഗ് ആൻഡ് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ടോപ്പിക് നമ്മൾ പഠിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോഗ്നിഷൻ, മോട്ടിവേഷണൽ ഇന്റലിജൻസ്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്, ഇമേജസ്, കോൺസെപ്റ്റ്സ്, പ്രോട്ടോടൈപ്പ് എന്താണ്, അപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് നോക്കി വെക്കണം. ലാംഗ്വേജ്, പിന്നെ ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, മോട്ടിവേഷൻ, ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ മോട്ടീവ്സ്, ഹൈറാർക്കി ഓഫ് നീഡ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്, ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് മോട്ടീവ്സ്, പിന്നെ ഇന്റലിജൻസ്, ഐക്യൂയുടെ കോൺസെപ്റ്റ്സ്, ഇമോഷണൽ ഇന്റലിജൻസ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് പോലും എക്സ്ക്ലൂഡ് ചെയ്ത് കളയാനില്ല. ഇതിലുള്ള ഡെഫിനിഷൻസ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വരെ ക്വസ്റ്റ്യൻസ് വരും. സോ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു കവർ ഓൾ ദീസ് ടോപ്പിക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. അപ്പൊ അതിൽ നമ്മൾ അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി, മേജർ ഐഡിയാസ് ഓഫ് ദ ഫ്രൂയിഡ്സ് തിയറി, പേഴ്സണാലിറ്റി അസസ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ DSM ആൻഡ് ICD ക്ലാസിഫിക്കേഷൻ, ADHD, കണ്ടക്ട് ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡർ, മൂഡ് ഡിസോർഡർ, സ്കിസോഫ്രീനിയ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ അതിൽ പെർസെപ്ഷൻ, attribution, impression formation, social cognition, social influences, that is conformity, compliance, obedience, പിന്നെ attitude and behavior, attitude formation and attitude change, prejudice, discrimination, pro-social behavior. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസസ്, കൺഫോമിറ്റി, കംപ്ലയൻസ്, ഒബീഡിയൻസ്, അതുപോലെ തന്നെ അട്രിബ്യൂഷൻ, ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, ഈ ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നമ്മൾ പഠിക്കും. ഓക്കെ,
സോ പിന്നെ ഞാനിതിൽ ഇപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾസിലും ഏതൊക്കെ ഏരിയാസ് ആണ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിലും ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പം ഇതിൽ നോക്കാം ഹൈ വെയിറ്റേജ് കൊടുക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പേഴ്സണാലിറ്റി റിലേറ്റഡ് തിയറീസ്, അബ്നോർമൽ ബിഹേവിയർ ദാറ്റ് ഇസ് DSM ആൻഡ് ICD. പിന്നെ സോഷ്യൽ സൈക്കോളജിയിൽ ആറ്റിറ്റ്യൂഡ്, ഇൻഫ്ലുവൻസ്, പ്രോ സോഷ്യൽ ബിഹേവിയർ. ഓക്കെ, ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിൽ ബ്രെയിനിന്റെ സ്ട്രക്ചർ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ഹൈ വെയിറ്റേജ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദാറ്റ് യു ഹാവ് ടു റിവൈസ് കണ്ടിന്യൂസ്ലി. ഈ ബ്രെയിനിന്റെ സ്ട്രക്ചറും അത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഡെയിലി എടുത്ത് നോക്കണം. ബിക്കോസ് അതൊരു വാസ്റ്റ് ഏരിയ ആണ്. യു ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു സ്റ്റഡി ഇത്. ഓക്കെ, അപ്പൊ നമ്മളത് മനസ്സിലാക്കി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഇതിൽ ചില ക്വസ്റ്റ്യൻസ് വളരെ കോൺസെപ്ച്വൽ ആണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കും. ചില ഏരിയയിൽ അതിന്റെ ഡെഫിനിഷൻസ് ആണ് ഇമ്പോർട്ടന്റ്, അത് നമ്മൾ അങ്ങനെ പഠിക്കും. ഓക്കെ, പിന്നെ നമ്മൾ സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിസ്കസ് ചെയ്തു. മൊത്തം സൈക്കോളജിയിൽ 25 മാർക്കാണ് ഈ CDPOയുടെ എക്സാമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ഒന്നും മിസ്സാക്കാനില്ല. യു ഹാവ് ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഫോർ ദീസ് എക്സാം. ഓക്കെ, പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഈ 6 മൊഡ്യൂൾസ് നമ്മളൊരു 1.5 മാസത്തിനുള്ളിൽ മാക്സിമം കവർ ചെയ്യും. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മൾ സോഷ്യൽ വർക്കും ഹോം സയൻസും അതുപോലെ തന്നെ സോഷ്യോളജിയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഐ ഹാവ് എ പ്ലാൻ. ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. മൊഡ്യൂളിന്റെ പ്ലാന് ഏതൊക്കെ ദിവസം ഏതൊക്കെ ക്ലാസ്സസ് ആണ് സ്കെഡ്യൂൾ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. സോ യു ക്യാൻ ഫോളോ മീ ഇൻ ദ വാട്സപ്പ്. ഓക്കെ, അപ്പൊ അതിൽ വാട്സപ്പിൽ ഡെയിലി നമ്മുടെ ടോപ്പിക് മെൻഷൻ ചെയ്യും. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഈവനിങ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ കണക്ട് മീ ഇൻ വാട്സപ്പ്. ഓക്കെ.